ഹലോ ബ്ലെസ്സിങ് സോൾസ്. ഇന്ന് നവരാത്രിയുടെ രണ്ടാമത്തെ ദിവസം, അതായത് ബ്രഹ്മചാരിണി ദേവിയാണ് ഇന്നത്തെ ഭാവത്തിൽ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 4 കാർഡുകളും ഒരു യൂണിവേഴ്സൽ കാർഡുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അടുത്തിരിക്കുന്ന ഒരു കുഞ്ഞ് ഐഡോള് എന്ന് പറഞ്ഞാൽ ദ്വാരകാധീശനാണ്. അപ്പോൾ ഇവരുടെ ബ്ലെസ്സിങ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായി ക്യൂൻ ഓഫ് കപ്സ് എന്ന കാർഡാണ്. ക്യൂൻ ഓഫ് കപ്സ് എന്ന കാർഡ് സൂചിപ്പിക്കുന്നത് ബ്രഹ്മചാരിണി ദേവിയെ പോലെ തന്നെ നിശബ്ദമായ ഒരു കാർഡാണ് സൂചിപ്പിക്കുന്നത്. ഇതിലുള്ള എനർജി എന്ന് പറയുന്നത്, ബ്രഹ്മചാരിണി ദേവി അറിയാലോ അല്ലേ, മഹാദേവനെ കിട്ടാൻ വേണ്ടി ദേവി ബ്രഹ്മചാരിണി രൂപത്തിൽ തപസ്സനുഷ്ഠിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതെന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ വിശ്വസിക്കാനും ഒരു സ്പിരിച്വൽ ലൈഫിൽ നിങ്ങളുടെ ഇന്നർ വോയിസ് അത് അനുയോജ്യമായി എടുക്കാനുമാണ് ഈ ക്യൂൻ ഓഫ് കപ്സ് എന്ന കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത കാർഡ് എന്ന് പറയുന്നത് 10 ഓഫ് സോർട്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഭാവിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട്, അതായത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അത് ചിലപ്പോൾ കോംപ്ലിക്കേഷനായി മാറാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നിങ്ങൾ ചിലപ്പോൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളുടെ ഒരു അഭാവം, അതായത് അശ്രദ്ധ കൊണ്ട് ആ ഒരു കാർഡ് എന്തായി തീരാനാണ് പോകുന്നത്, പ്രശ്നം കുറേ കൂടെ വഷളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള നൈറ്റ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ കുറച്ച് നാളായി ഒരു പ്രണയം കാത്തിരിക്കുകയായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും അകന്നു പോയവർ നിങ്ങൾക്ക് ആ സ്നേഹത്തിൻ്റെ കപ്പുകളുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നൊരു സൂചന കൂടെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എന്ന കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കാത്തിരിക്കുക ക്ഷമയോടെ. നിങ്ങൾ ആരിനെയാണോ കാത്തിരിക്കുന്നത് ആ ആൾ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും എന്നുകൂടെ ഈ ഒരു കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് കിങ് ഓഫ് സോർട്സ് ആണ്. ഓക്കെ, ഈ വരുന്ന ആൾ, അതായത് നിങ്ങളോട് പ്രണയവുമായിട്ട് അല്ലെങ്കിൽ സ്നേഹവുമായി വരുന്ന ആൾ നിങ്ങളെ നിഷ്പക്ഷമായി ലോജിക്കലായിട്ട് പിന്നെ ധാർമ്മികമായി ഒക്കെ നിലകൊള്ളാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരാളായിരിക്കും. അതായത് ജെന്യുവിനായൊരു പേഴ്സണാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്നാണ് ഈ ഒരു കാർഡിലൂടെ സൂചിപ്പിക്കുന്നത്. അതായത് നൈറ്റ് ഓഫ് കപ്സിൽ വരുന്ന ആൾ ഈ പറഞ്ഞ ക്വാളിറ്റീസൊക്കെ ഉള്ള ആളായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏകദേശം അറിയായിരിക്കും ആരാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പ് ഉണ്ടായിരുന്ന ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അവരുടെ സ്വഭാവങ്ങൾ അറിയുന്നതായിരിക്കാം. അല്ല, ഇനി അറിയാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജിയിലുള്ള ആളുകളായിരിക്കും വരുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ഈ ഒരു കാർഡ് പിന്നെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് കാര്യവും അദ്ദേഹത്തിൻ്റെ അറിവിലൂടെ നിങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഗൈഡ് ലൈൻ തരുന്ന ഒരാൾ കൂടെ ആയിരിക്കും. അതായത് നല്ല രീതിയിലൂടെ, നല്ല സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ നല്ല വഴികാട്ടികളും കൂടെ ആയിരിക്കും എന്ന് അറിയാലോ അല്ലേ. അതേപോലുള്ള ഒരാളായിരിക്കും വരാനുള്ള സാധ്യത എന്നും കൂടെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല മികച്ച കാർഡുകളാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. ഇനി അടുത്തുള്ള കാർഡ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ലെറ്റ് ഗോ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് ലെറ്റ് ഗോ ചെയ്യുക. പ്രശ്നങ്ങളെ മുറുകെ പിടിക്കാതെ ഒരു ബട്ടർഫ്ലൈനെ പോലെ പറത്തിവിടുക. യൂണിവേഴ്സ് ബാക്കി നോക്കിക്കോളും. താങ്ക് യു. പിന്നെ ഈ റീഡിങ് കാണുന്നവർക്ക് എന്തെങ്കിലും മെൻ്റൽ ഹെൽപ്പോ അല്ലെങ്കിൽ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാനൊരു സൈക്കോളജി കൗൺസിലർ കൂടെയാണ്, ഒരു സ്പിരിച്വൽ പേഴ്സൺ കൂടിയാണ്. ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ആക്ച്വലി ഹെൽപ്പ് വേണമെങ്കിൽ അവർക്കും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ.